Hi, Namaste, welcome back to my channel Main Trader. ഇന്നത്തെ സിൽവറിൻ്റെ മൊമെൻ്റ് ആണ്, അതും സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി. അതായത് നമുക്ക് പെട്ടെന്ന് എൻട്രിയും എക്സിറ്റും നമുക്ക് എടുത്ത് മാറാൻ പറ്റും, അതേപോലെ തന്നെ റിവേഴ്സിലും ഉണ്ടാവും. പക്ഷേ നമുക്ക് ഇതിനകത്ത് അക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡുകൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പം അതുപോലത്തെ സിഗ്നൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൻ്റെ വിൻട്രേഡ് 8.1 ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ മോർണിംഗിലൊക്കെ സമയമില്ലാത്തവർക്ക് നമുക്ക് ഈസി ആയിട്ട് ഈവനിങ് സ്ട്രാറ്റജി സിൽവറിലൂടെ, അതും സിൽവർ മൈക്രോ മെഗാ അതേപോലെ മിനി, അങ്ങനെ പല ചാർട്ടുകളും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഇന്നത്തെ സിൽവറിൽ വന്ന ലാസ്റ്റ്, അതായത് 12 മണിക്ക് ശേഷം വന്ന ട്രേഡിങ് നമ്മളൊരു 723 പോയിന്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അതും നല്ലൊരു ഹൈക്ക്. പിന്നെ ഇപ്പോഴും നമുക്കൊരു അവിടെ നിന്ന് എക്സിറ്റ് സിമ്പിൾ കാണിച്ചിട്ടില്ല, കാരണം ഇപ്പോഴും ബൈ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ പറ്റി. അപ്പം ഇത് എങ്ങനെ സാധിക്കുന്നു? ഇതിനകത്ത് ഇതിന് മുമ്പ് ഒരു ബൈയും വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ സെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ 3 സിഗ്നലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സെല്ല് നമുക്ക് കൺഫേം കിട്ടിയിട്ടില്ല, പക്ഷേ ബൈ രാവിലെ ചെറുതായിട്ട് കയറാൻ നോക്കിയിരുന്നു, അത് കഴിഞ്ഞിട്ട് റിവേഴ്സ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ട്രേഡുകൾ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? അപ്പോൾ റിവേഴ്സ് പോകുന്ന പോയിന്റ് എക്സിറ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ലൈവ് സെക്ഷനിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇതേപോലെ നമുക്ക് സിൽവറിൽ, അതായത് നമുക്ക് വളരെ ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരേ ട്രേഡാണ് സിൽവർ മൈക്രോ. അതേപോലെ നമുക്ക് ഒരുപാട് എമൗണ്ട് വേണം, ഒരു 15,000 തൊട്ട് 50,000 ഇടയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സിൽവർ മിനി മൈക്രോ ട്രേഡുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ള ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവിൽ കാണുന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നമുക്ക് താഴെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, എൻ്റെ നമ്പർ. അപ്പോൾ ഇതിൽ നമുക്ക് വിളിച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പറഞ്ഞു തരാം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഇതേപോലെ സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം നമുക്ക് മാർക്കറ്റിലിരിക്കാതെ പെട്ടെന്ന് നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ് വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് സിൽവറിൽ ഓപ്പണായി, ഇതിനകത്ത് രാവിലെ ഒരു ബൈ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് സെല്ലും പിന്നെ ഒരു ബൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് രാവിലെ ഗ്യാപ്പിലാണ് ഓപ്പൺ ആയത്, അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കയറാൻ നോക്കി, പക്ഷേ പെട്ടെന്നൊന്ന് കയറാൻ നോക്കി പെട്ടെന്നൊരു വൈറ്റ് കളർ സിമ്പിൾ കാണിച്ച് റിവേഴ്സ് അടിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ ട്രേഡ് എടുത്താൽ എക്സിറ്റ് ചെയ്യാനായിട്ട് അവിടെ ഇൻഫർമേഷൻ നമുക്ക് വെള്ള കളർ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ വന്ന സെല്ല് നമുക്ക് കൺഫേം ആയില്ല, കാരണം അവിടെ ഓറഞ്ച് കളറാണ് കാണിക്കുന്നത്, അവിടെ ട്രേഡ് പോയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്ന ബൈ ശാലം കയറി, പിന്നെ തിരിച്ചിറങ്ങി, പിന്നെ കയറാം. അപ്പോൾ ആ റെസിസ്റ്റൻസ് കട്ട് ചെയ്തപ്പോൾ അവിടെ നിന്ന് ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാമായിരുന്നു. അവിടുന്ന് ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ പിടിച്ച് അപ്രോക്സിമേറ്റ് 96,900 96,025 കയറിയാണ്. അവിടുന്ന് നമുക്ക് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമുക്ക് പ്രോഫിറ്റ്, ഇപ്പോഴും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ മാർക്കറ്റ് പിന്നെ റെസിസ്റ്റൻസ് അടിച്ച് കയറി, ഇപ്പോൾ 800 പോയിന്റ് കഴിഞ്ഞു. അപ്പോൾ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്ന് കാണിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്, നമുക്ക് ചൂസ് ചെയ്യാൻ. നമുക്ക് സെല്ലാണ്, ഇപ്പോൾ സെൽ സിഗ്നലാണ് വരുന്നതെങ്കിൽ ക്യാൻഡിൽ റെഡും താഴത്തെ കൺഫർമേഷൻ ബാർ റെഡ് വേണം. അതോ ബൈ ആണ് വരുന്നതെങ്കിൽ ഗ്രീനും മാച്ച് ആയിരിക്കണം. അപ്പോൾ ലാസ്റ്റ് വന്ന ബൈ ട്രേഡ് പ്രകാരം നോക്കുകയാണെങ്കിൽ സിഗ്നൽ കൺഫർമേഷൻ ഇവിടെ ബൈ സിഗ്നൽ വന്നപ്പോൾ താഴെ ഗ്രീൻ വന്നത് ഇവിടെ നിന്നാണ്. അവിടുന്ന് പിന്നെ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ ബ്രേക്ക് ചെയ്യുക, തിരിച്ചിറങ്ങിയിട്ടാണ് പിന്നെ പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ബാക്ക് ട്രേഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പിന്നെ തിരിച്ച് കയറി, ഇപ്പോൾ ഈ ലെവലിൽ നിന്ന് കറക്റ്റായിട്ട് പിടിക്കാം. അവിടുന്ന് റെസിസ്റ്റൻസും കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് അവിടെ ട്രേഡ് എടുക്കാം. അവിടുന്ന് മാർക്കറ്റ് നേരെ കയറി, ഇപ്പോഴും കണ്ടിന്യൂഷൻ ആണ്, ഗ്രീൻ കണ്ടിന്യൂ ആണ്. അവിടെ പൊസിഷൻ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. അത് റെസിസ്റ്റൻസ് 2-3 പ്രാവശ്യം അടിച്ച് പിന്നെ മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സിറ്റ് ചെയ്യാനായിട്ട് അവിടെ ഇൻഫർമേഷൻ ഇതുവരെ തന്നിട്ടില്ല എന്നുള്ളതാണ്. എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ട്രെൻഡ് ലൈൻ നോക്കി, ട്രെൻഡ് ലൈൻ കുറച്ചൊന്ന് ഇറങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ കളർ കാണിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കട്ട് ചെയ്ത് പോകാം, അല്ലെങ്കിൽ താഴത്തെ സോൺ മാറുന്നതിന് ഹോൾഡ്. താഴത്തെ സോൺ മാറുമ്പോഴത്തേക്ക് അത്രയും പ്രോഫിറ്റ് ലെവൽ കുറയും. അപ്പോൾ ട്രെൻഡ് ലൈൻ നോക്കി, ഇപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ സെല്ല് സപ്പോർട്ട് അടിച്ച് ഇവിടം വരെ ഇറങ്ങി, ഇവിടെ കണ്ടു, ഇവിടെ നമുക്ക് കുറച്ച് കയറാൻ നോക്കി മാർക്കറ്റ്, പക്ഷെ ബൈ ആകുന്നില്ല. ബൈ ആണ് താഴെ ഗ്രീൻ തന്നേനെ, ഇല്ലാ സ്ഥിതിക്ക് തിരിച്ചിറങ്ങും. അപ്പോൾ കയറ്റത്തിൽ കയറി അടുത്ത ട്രേഡ് പിടിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് ഇറങ്ങി. ഇപ്പോൾ ഇവിടുത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഗ്യാപ്പിൽ ഓപ്പണേഷൻ ചെറുതായിട്ടും തിരിച്ച് കയറാൻ നോക്കി, റെസിസ്റ്റൻസ് കട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് മാർക്കറ്റ് തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു ബ്രേക്കൗട്ട് പോയിട്ടുമില്ല. അതേപോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് അവിടെ വെള്ള കളർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ ഇൻഫർമേഷൻ അവിടെ തന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ലാസ്റ്റ് വന്ന് ബൈ ട്രേഡ് നല്ല ട്രേഡായിരുന്നു, അത് നല്ല രീതി ബ്രേക്കൗട്ട് പോയി നല്ല രീതി അപ് ട്രെൻഡ് അടിച്ചടിച്ച് കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. സെയിം സ്ട്രാറ്റജി നിങ്ങൾക്ക് എല്ലാ മാർക്കറ്റിലും വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.